ഹലോ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും ഓരോരോ അംബീഷൻസ് ഉണ്ട്. ജീവിതത്തിൽ ഇന്നതാവണം അല്ലേ, കരിയറിൽ ഇന്നതായി തീരണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെറിയ ക്ലാസ്സിലേ തന്നെ പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങളിൽ പലരും JEE അതുപോലെ തന്നെ നീറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം അതിനു വേണ്ടി തന്നെ ചെറിയ ക്ലാസ് മുതൽക്കേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാം. അതിൻ്റെ ബ്രോഷേഴ്സും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. ബ്രില്യൻറ്റിൽ ഫൗണ്ടേഷനിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് അപ്പോൾ നടക്കുന്നത് സെപ്റ്റംബർ 29-ാം തീയതിയാണ് ഓഫ്ലൈനായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നടക്കുന്നത് ഒക്ടോബർ 27-ാം തീയതിയാണ്. ഇപ്പോൾ ക്ലാസ് 9th പഠിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ചോദിക്കുക. നിങ്ങൾക്ക് 10th നമ്മുടെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം 9th നിങ്ങൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പം ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻസി ഒക്കെയാണ് ആ ഒരു ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് അറിയാം SAS ഉണ്ട്, അതുപോലെ RHS ഉണ്ട്, ASA ഉണ്ട്, അങ്ങനത്തെ കുറേ കോൺഗ്രുവൻസികളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഓൾജിബ്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്വേഷൻസ് നിന്നാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്സിലോട്ട് പറയുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് ആയിട്ടാണല്ലേ പറയുക. അപ്പം അതൊക്കെ എങ്ങനെയാണ്, ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുക, അതുപോലെ ഓൾജിബ്രാക്ക് എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ഐഡൻറ്റിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് ആണ്. നമ്മൾ ഇൻറ്റിജേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടാണ്. അപ്പം നിങ്ങൾക്കറിയാം സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ്, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വരുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ്. അതേപോലെ തന്നെ അല്ലേ, ക്യൂബ് എങ്ങനെയാണ്, ഒരു നമ്പറിൻ്റെ ക്യൂബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ക്യൂബിക് റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതൊരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ്, നമുക്കറിയാം കുറേ ലോസ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ലോസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക. നമുക്കറിയാം അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലോസ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് ആണ്. അപ്പം വൺ വേരിയബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞു വെക്കുക. അതേപോലെ നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അൺനോൺ ആയിട്ടുള്ള ആ ഒരു വേരിയബിളിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. പെയർ ഓഫ് ഇക്വേഷൻസിൽ രണ്ട് ഇക്വേഷൻസ് എങ്ങനെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ നോക്കുന്നത്. അപ്പം അതും നിങ്ങൾ അറിഞ്ഞു വെക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ന്യൂ നമ്പേഴ്സ് ആണ്. അപ്പോൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം, √2, √3 അല്ലേ? അങ്ങനത്തെ നമ്പേഴ്സ് വരുമ്പം അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അഡീഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നമ്പർ സിസ്റ്റം ആണ് അല്ലേ? അപ്പം എല്ലാത്തിനും നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുക അല്ലേ? നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. നോൺ ടെർമിനേറ്റിംഗും ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഡെസിമൽ എക്സ്പാൻഷൻ എന്താണെന്നുള്ള കാര്യം അറിയണം. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസും കൂടെ നിങ്ങൾ അവിടെയും ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്താണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അതുപോലെ ഫാക്ടർ തിയറം എന്ന് കൂടെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. അപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം എത്ര ആംഗിൾസ് ഉണ്ട്, പാരലൽ ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം കുറേ ആംഗിൾസ് ഒക്കെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ആംഗിൾസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഈക്വൽ ആവുമോ, എങ്ങനെയൊക്കെയാണ്, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് എന്താണ്, ലീനിയർ പെയറൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ എത്ര ടൈപ്സ് ട്രയാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞ കോൺഗ്രുവൻസി അവിടെയും പറയാം നമുക്ക്. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കറിയാം കുറച്ച് ടഫാണ് അല്ലേ? അപ്പോൾ അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനും, നമുക്ക് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത്
ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ടേ? ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ പാർട്ടാവാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.